ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശബരി ദയയെ വിളിക്കാൻ വേണ്ടി കല്യാശ്ശേരി തറവാട്ടിലേക്ക് എത്തുകയാണ്. ശബരിയോടാണെങ്കിലോ ദയയാണെങ്കിലോ ഒരു അഹങ്കാരത്തോടു കൂടിയാണ് പെരുമാറുന്നത്. ആ സമയത്താണ് ശബരിയുടെ അച്ഛൻ രാമനാഥൻ ഫോൺ വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ദയയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി കല്യാശ്ശേരി തറവാട്ടിലേക്ക് പോയോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ശബരി പറയുന്നുണ്ട്, ഞാൻ അവിടെ തന്നെയാണ് അച്ഛ എന്ന് പറയുമ്പോൾ കുഞ്ഞിനും സുഖമല്ലേ എന്നൊക്കെ രാമനാഥൻ ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ദയയാണെങ്കിലോ ഫോൺ വിളി ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മൈൻഡ് ഇല്ലാതെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അച്ഛനോട് ശബരി പറയുകയാണ്, അവർക്ക് രണ്ടുപേർക്കും സുഖമാണ് അച്ഛ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ശബരിയുടെ ആ സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുന്ന സമയത്ത് ദയക്ക് ദേഷ്യം പിടിച്ചിട്ട് ദയ കുഞ്ഞുമായിട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ രാമനാഥൻ ചോദിക്കുകയാണ്, ദയ തൊട്ടടുത്തുണ്ടെങ്കിൽ ഒന്ന് കൊടുക്ക്, എന്നിട്ട് അവളോടൊന്ന് സംസാരിക്കാനാണ് എന്ന് പറയുമ്പോൾ ശബരിക്ക് തന്നെ അതൊരു വിഷമമാവുകയാണ്. അപ്പോൾ ശബരി പറയുകയാണ്, അച്ഛൻ അതൊരു വിഷമമാവണ്ട എന്ന് കരുതിയിട്ട് ദയയും കുഞ്ഞും ഇവിടെ ഇല്ല. കുഞ്ഞ് വിശന്ന് കരഞ്ഞപ്പോൾ ദയ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുന്നതിന്റെ മുന്നേ അച്ഛ ഞാൻ ദയയെ കൊണ്ട് വിളിപ്പിക്കാം അച്ഛന് എന്ന് പറയാട്ടോ. അപ്പോഴത്തേക്കും രാമനാഥന് കാര്യം മനസ്സിലാവുകയാണ്. ദയ ശബരിയോട് മോശമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് എന്ന് രാമനാഥന് മനസ്സിലാവുകയാണ് കേട്ടോ. എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ദയ അവിടെ നിന്നും പോയിട്ടുണ്ടാവുക. എന്നിട്ട് എന്നോട് വെറുതെ കള്ളം പറയുകയാണ് ശബരി എന്നുള്ള കാര്യം അച്ഛന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഫോൺ വെച്ച ശേഷം അനിത വരികയാണ് കേട്ടോ. എന്നിട്ട് അനിത ചോദിക്കുകയാണ്, എന്താണ് അച്ഛ അത് ശബരി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദയക്കും കുഞ്ഞിനും സുഖമാണെന്നാണ് പറഞ്ഞത് എന്ന് പറയട്ടോ. അപ്പോൾ ദയയും കുഞ്ഞും ഇവിടേക്ക് വരുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് അനിത ചോദിക്കുന്ന സമയത്ത് രാമനാഥൻ പറയുകയാണ്, ഞാൻ വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. ദയയുടെ സ്വഭാവം അനുസരിച്ച് അവൾ വരാൻ സാധ്യതയില്ല. പക്ഷേ ദയയുടെ അച്ഛൻ അനന്തം മാഷ് അവളുടെ സ്വഭാവമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അനന്തം മാഷ് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാഷ് എത്രയും പെട്ടെന്ന് വന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ദയയുടെ സ്വഭാവത്തിലൊന്നും ഒരു മാറ്റവും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അനിതയോട് പറയുകയാണ്. അങ്ങനെ രാമനാഥൻ കുറച്ച് വിഷമിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത്. അപ്പോൾ അനിതയ്ക്കാണെങ്കിലും അച്ഛന് നല്ല വിഷമമുണ്ട്. എന്താവും ഇനി ശബരിയുടെ ജീവിതം എന്നുള്ള ഭാവത്തിൽ വിഷമിച്ചിട്ട് തന്നെയാണ് അനിതയും നിൽക്കുന്നത്. പിന്നീട് ശബരി ദയയുമായിട്ട് സംസാരിക്കുകയാണ്. ആ സമയത്ത് ശബരി ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ കൂടെ കുഞ്ഞുമായി വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടേക്ക് ഇല്ല. എന്തുകൊണ്ടാണ് ശബരിയേട്ടന് ഇവിടെ നിന്നാൽ എന്താണ് ഒരു കുഴപ്പം വരുന്നത്? ഇവിടെ നിന്നും കമ്പനിയിലേക്ക് പോവാനും നല്ല സുഖമാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ശബരിയേട്ടൻ ഇവിടെ നിൽക്കാത്തത് എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ശബരി പറയുന്നുണ്ട്, എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഞാൻ ഇടയ്ക്കൊക്കെ വരണ്ട് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നീ അവിടേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ദയ തീർത്ത് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ശബരിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അങ്ങനെ ശബരി പറയുകയാണ്, അപ്പോൾ നിനക്കെന്താ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചാല് എന്ന് ചോദിക്കും. ശബരിയേട്ടൻ എന്താ എൻ്റെ കൂടെ ഈ വീട്ടിൽ കല്യാശ്ശേരി തറവാട്ടിൽ താമസിച്ചാല് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷമാവുകയുള്ളൂ എന്ന് ദയ പറയുകയാണ് കേട്ടോ. അപ്പോൾ ശബരി പറയുന്നുണ്ട്, നിനക്ക് അനിതേച്ചിയാണ് പ്രശ്നമെങ്കിൽ അനിതേച്ചിയുടെ വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ നിനക്ക് അവിടേക്ക് വന്നാലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനു പറയുന്നുണ്ട്, അനിതയെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് കണ്ട സമയത്ത് എന്നോട് പറഞ്ഞതാണ്, ദയക്കെങ്ങാനും ഇനി ഞങ്ങൾ അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം, അശോകേട്ടൻ വരുന്നത് വരെ ഞാൻ അവിടെ നിന്നോളാം എന്ന് അനിത എന്നോട് പറഞ്ഞതാണ് എന്ന് അനുപമ പറയുകയാണ് കേട്ടോ. അപ്പോൾ ചിരു പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ എടുത്തിട്ട് മറുപടി പറയുന്നത്? നിന്റെ സംസാരം കേൾക്കുമ്പോൾ അനിത കാരണമാണ് നീ അവിടേക്ക് പോവാതിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ ദയ പറയണം, അത് ശരിയാണ്. അനിതേച്ചി കാരണം മാത്രമല്ല, ഈ ശബരിയേട്ടൻ്റെ വീട്ടിൽ ആ വാസന്തി ചേച്ചിയും ധനേട്ടനുമാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരെൻ്റെ ശബരിയേട്ടനെ പിഴിഞ്ഞ് ജീവിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും സംശയിച്ചതല്ലേ ഞാനാണ് ശബരിയേട്ടൻ്റെ 1,00,000 രൂപ എടുത്തത് എന്നൊക്കെ. എന്നിട്ട് എന്തുണ്ടായി? എന്നെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ശബരിയേട്ടനെ പിഴിയാൻ വേണ്ടി നടക്കുന്നതാണ് അവർ. ധനേട്ടനും വാസന്തി ചേച്ചിയുമാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് അവിടേക്ക് പോവാൻ കഴിയില്ല എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ശബരിക്ക് അത് ഒട്ടും തന്നെ അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ശബരി പറയുകയാണ്, നിനക്ക് എൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടി എന്നാണോ തോന്നുന്നത് അന്ന് എന്നെ വിളിച്ചാൽ മതി. ആ സമയത്ത് നിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ, നിന്നെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുപോവാൻ ഞാൻ ഇവിടേക്ക് വരുന്നതാണ് എന്ന് പറഞ്ഞ് ശബരി ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അനുപമയും ചീരുവും ഒന്ന് തടയാൻ ശ്രമിക്കുന്നുണ്ട്. ശബരി ഇനി ഒന്ന് നിൽക്ക്, നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഇനി ഒന്നും എനിക്ക് പറയാനില്ല. അവളുടെ സംസാരം കണ്ടില്ലേ? അവൾക്ക് ഇനി എന്നാണോ എൻ്റെ കൂടെ ജീവിക്കാൻ തോന്നുന്നത് അന്ന് എന്നെ വിളിച്ചാൽ മതി, ഞാൻ അപ്പോൾ വരാം എന്ന് പറഞ്ഞ് ശബരി അവിടെ നിന്നും പോവുകയാണ്. ശബരി പോയി കഴിഞ്ഞ ശേഷം ദയ പറയുകയാണ് അനുപമയോടും ചീരുവിനോടും, കണ്ടില്ലേ അങ്ങേർക്ക് ഇപ്പോഴും അങ്ങേരുടെ വീട്ടുകാരെ മാത്രം മതി, അതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് എന്തായാലും അവിടെ പോയി താമസിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ദയയും അവിടെ നിന്ന് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അനുപമയും ചീരും എന്ത് ചെയ്യണം, ഇവളുടെ
സ്വഭാവം ഒരു മാറ്റവും വരുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ അവരും വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. പിന്നീട് ദാസാറും രഘുവും ഇന്ദ്രനും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാസാറ് രഘുവിനോട് പറയുന്നുണ്ട്, നിനക്ക് മഞ്ചാടിയുടെ കാര്യത്തിൽ അധികാരത്തിൽ ഇനി കാര്യങ്ങളൊക്കെ ചെയ്യാം. നീ തീരുമാനിക്കുന്നത് പോലെ മഞ്ചാടി ഇനി അനുസരിച്ച് നടക്കണം. കാരണം നീ ഒരു ഏട്ടന്റെ സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നോട് മാഷ് വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മാഷ് പറഞ്ഞതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മഞ്ചാടിയുടെയും ആ വീട്ടിലുള്ളവരുടെയും കാര്യത്തിൽ ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ ഉത്തരവാദിത്തം രഘു നിനക്ക് തന്നെയാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ പറയാണ്, അനുപമയും കുഞ്ഞിനെയും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയട്ടോ. അപ്പോൾ ദാസാർ പറയുന്നുണ്ട്, ഈ സമയത്ത് ഇനി അനുപമയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുപോവേണ്ട. കാരണം മഞ്ചാടിക്കും ദയക്കും ഇപ്പോഴും ഒരു കാര്യപ്രാപ്തി വന്നിട്ടില്ല. അതുകൊണ്ട് അനുപമ അവിടെ ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്. അണ്ണൻ വരുന്നത് വരെ അനുപമയും കുഞ്ഞിനെയും നീ കൂട്ടിക്കൊണ്ടു പോവണ്ട എന്ന് ഇന്ദ്രനോട് പറയുകയാണ്. അപ്പോൾ ചീരുവിന്റെ കാര്യം കൂടി സംസാരിക്കുകയാണ്. വിനയന്റെ കാര്യത്തിൽ ചീരു ഒരു തീരുമാനം എടുക്കാതെ ഇനി കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവുകയില്ല. വിനയനെ കുറിച്ചാണെങ്കിലോ ചീരു തീരെ മനസ്സിലാക്കുന്നുമില്ല. വിനയന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ചീരു അത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നൊക്കെ ദാസാറും രഘുവും കൂടി ഇന്ദ്രനോട് പറയുകയാണ്. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്താണ് അവിടേക്ക് ജീവൻ രാജ് വരുന്നത്. അങ്ങനെ ജീവൻ രാജിനെ കാണുമ്പോൾ ദാസാറ് ചോദിക്കുകയാണ്, ഇന്ദ്ര നിനക്ക് ഇവരെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഇന്ദ്രൻ പറയട്ടോ. ഓ ദാസാറ് പറയുകയാണ്, മഞ്ചാടിയെ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കിയതിൽ മെയിൻ കക്ഷി ഇവനാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഇന്ദ്രൻ ജീവൻ രാജിനെ നോക്കുകയാണ്. എന്നിട്ട് ജീവൻ രാജ് പറയുകയാണ്, എൻ്റെ PGയുടെ റിസൾട്ട് വന്നു, എനിക്ക് റാങ്ക് ഉണ്ട് കോളേജിൽ, അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് 7ാമത്തെ റാങ്കുമുണ്ട് എന്ന് പറയട്ടെ. അത് കേൾക്കുമ്പോൾ ദാസാറിനും രഘുവിനും ഇന്ദ്രനും ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. ആ സമയത്ത് ദാസാർ വെരി ഗുഡ് എന്ന് പറയുകയാണ്. അങ്ങനെ ഇത്രയൊക്കെ പഠിപ്പുണ്ടായിട്ടാണോ നീ ഇങ്ങനെ ഒരു കച്ചറ സ്വഭാവത്തിൽ പോയത് എന്ന് ചോദിക്കുമ്പോൾ ജീവൻ രാജ് പറയുകയാണ്, ഞാൻ ഒരിക്കലും മഞ്ചാടിയെ ഉപദ്രവിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതല്ല. പക്ഷേ എൻ്റെ കൂട്ടുകെട്ടിൽപ്പെട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. ഇനി ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് പോലെ നല്ലതുപോലെ പഠിച്ച് നല്ല ഒരു നിലയിലെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ സഹായം കൂടി എനിക്ക് വേണമെന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ ഇന്ദ്രൻ പറയുകയാണ്, ആ മഞ്ചാടി കൊടുത്ത കേസ് പിൻവലിക്കേണ്ടി വരുമല്ലേ ജീവൻ രാജെ എന്ന് ചോദിക്കുമ്പോൾ അതെ സാറേ, ഞാൻ തൊഴുതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് കൈകൂപ്പി പറയുകയാണ് കേട്ടോ. എന്നെ നിങ്ങളൊന്ന് സഹായിക്കണം, ഞാൻ ഒരിക്കലും ഇനി വഴിവിട്ട ബന്ധത്തിലേക്ക് പോവുകയില്ല എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ജീവൻ രാജിനെ രക്ഷിക്കണം എന്നുള്ള ചിന്ത ദാസാറിനും ഇന്ദ്രനും രഘുവിനും ഒക്കെ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ജീവൻ രാജ് പോയി കഴിഞ്ഞ ശേഷം രഘു അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. മഞ്ചാടിയെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കണം, അതിനുവേണ്ടി ആദ്യം അമ്മാവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം എന്നുള്ള ചിന്തയാണ് രഘുവിന്റെ മനസ്സിലുള്ളത്. അപ്പോൾ ദാസാറ് പറയുന്നുണ്ട്, കേസ് പിൻവലിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ചീരുവും മഞ്ചാടിയുമാണ് ഇനി അഭിപ്രായം കൊടുക്കേണ്ടത്. അതിനുവേണ്ടി ആദ്യം അണ്ണനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് ദാസാറ് കൂടി പറയുകയാണ്. പിന്നീട് വിനയൻ അമ്പിളിയെയും രഘുവിനെയും കാണാൻ വേണ്ടിയിട്ട് പഞ്ചരത്നത്തിലേക്ക് വരികയാണ്. ആ സമയത്ത് അമ്പിളി കുളിച്ചോണ്ടിരിക്കുകയാവും കേട്ടോ. സരോജിനി ചേച്ചി പോയി കാര്യം പറയുകയാണ്, വിനയൻ വന്നിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അമ്പിളി പുറത്തേക്ക് വരികയാണ്. അപ്പോൾ വിനയൻ അമ്പിളിയോട് ജീവൻ രാജിന്റെ കാര്യം കൂടി പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അമ്പിളി പറയുകയാണ്, ജീവൻ രാജിനെ രക്ഷിക്കാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ നിന്നെ ഞങ്ങൾ ഇതിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം നീ ഞങ്ങളുടെ ബന്ധുവല്ലേ എന്ന് അമ്പിളി വിനയനോട് പറയുകയാണ് കേട്ടോ. പക്ഷേ ജീവൻ രാജിനെ വക്കാലത്തുമായിട്ടാണ് നീ വന്നതെങ്കിൽ നിനക്ക് കൂടി അതിനുള്ള അവസരം നഷ്ടപ്പെടുകയാണ് ചെയ്യുക എന്ന് പറയാണ്. അപ്പോൾ വിനയം പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ വക്കാലത്തിന് വേണ്ടി വന്നതൊന്നുമല്ല. പക്ഷേ ജീവൻ രാജ് എന്നെ വന്ന് കണ്ട് സംസാരിച്ച കാര്യം എല്ലാം തന്നെ അച്ഛനെ വിളിച്ച് സംസാരിച്ചോട്ടെ എന്ന് കരുതി പറഞ്ഞതാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അമ്പിളി പറയുന്നുണ്ട്, അച്ഛൻ വരുന്നത് വരെ വിനയം കാത്തു നിന്നേ മതിയാവൂ എന്ന് പറയട്ടോ. എനിക്ക് ജോയിൻ ചെയ്യാനുള്ള ഏകദേശം സമയം കഴിയാറായി തുടങ്ങി. അതിൻ്റെ മുന്നേ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രമാണ് എനിക്ക് ആ ജോലി കിട്ടുകയുള്ളൂ. സാരമില്ല, ഞാൻ അച്ഛൻ വരുന്നത് വരെ കാത്തു നിന്നോളാം എന്ന് പറഞ്ഞ് വിനയൻ വീട്ടിൽ നിന്നും ഇറങ്ങാൻ നിൽക്കുന്ന ആ സമയത്താണ് കേട്ടോ പോസ്റ്റ്മാൻ വരുന്നത്. ദയയുടെ പേരിൽ ഒരു രജിസ്റ്റേർഡ് ഉണ്ട് എന്ന് പോസ്റ്റ്മാൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ അമ്പിളി അത് ഒപ്പിട്ട് വാങ്ങുകയാണ്. അപ്പോൾ അമ്പിളിയാണ് പറയുന്നത്, ഇത് ഇൻഷുറൻസിൻ്റെ ആണ് എന്ന് പറയാട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല, ഇത് മുഴുവനും ഇംഗ്ലീഷ് ആണെന്ന് പറയുമ്പോൾ വിനയം പറയാണ്, ഞാൻ വായിച്ചു തരാം എന്ന് പറഞ്ഞ് വിനയൻ അത് വായിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വിനയം പറയുകയാണ്, ആരാണ് ഈ നന്ദു? ദയക്ക് 20 ലക്ഷം രൂപ ഇൻഷുറൻസ് ആയിട്ട് ഇപ്പോൾ പാസ്സായിട്ടുണ്ട്. നന്ദു എന്ന് പറഞ്ഞ ആൾ നോമിനിയായി കൊടുത്തിട്ടുള്ളത് ദയയുടെ പേരാണ്. ദയയുടെ ഭർത്താവ് ശബരിയല്ലേ, പിന്നെ എന്തിനാണ് നന്ദു ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? ഇത് ആ ഫോട്ടോഗ്രാഫർ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്പിളി ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെ വിനയം പറയുകയാണ്, എനിക്ക് എല്ലാ കാര്യവും അറിയാം അമ്പിളി ചേച്ചി, കാരണം എന്നോട് ചീരു പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ആരാ കുത്തിപ്പൊന്തിച്ചത്
എന്നൊക്കെ വിനയൻ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് അമ്പിളി പറയുകയാണ്, ഈ കുടുംബം നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കും ഇത് ഇപ്പോൾ കുത്തി പൊന്തിച്ചിട്ടുണ്ടാവുക. പിന്നെ എന്തെങ്കിലും കാര്യം സാധിക്കണം എന്ന് കരുതിയിട്ട് ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യാനുമായിരിക്കും ഇതിനൊക്കെ പുറപ്പെട്ടിട്ടുണ്ടാവുക എന്ന് ഒരു സംശയത്തോട് കൂടിയിട്ട് വിനയനെ ഉദ്ദേശിച്ച് അമ്പിളി പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് വിനയൻ അമ്പിളിയെ ഒരു സംശയത്തോടു കൂടി നോക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ രഘു വീട്ടിലെത്തിയ ശേഷം അമ്പിളി എല്ലാ കാര്യങ്ങളും പറയുകയാണ്. നന്ദു ഇൻഷുറൻസിൽ കൂടിയതിന്റെ നോമിനി ആയിട്ട് ദയയാണ് കൊടുത്തിട്ടുള്ളത്. അത് ആ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന സമയത്ത് ഇവിടെ വിനയൻ ഉണ്ടായിരുന്നു. വിനയനാണെങ്കിലും അത് ഫോട്ടോ എടുക്കാനൊക്കെ നോക്കി ഞാൻ അത് തടയുകയാണ് ചെയ്തത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ദയയുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടികളായി ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ രഘുവേട്ട എന്ന് അമ്പിളി പറയുമ്പോൾ രഘു പറയുകയാണ്, ഇതിൽ വലിയൊരു പ്രശ്നമുണ്ടല്ലോ അമ്പിളി എന്ന് പറയട്ടോ. എന്താ രഘുവേട്ടൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വിനയൻ അറിഞ്ഞതും ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് എന്ന് പറയുമ്പോൾ അമ്പിളി പറയണേ, എനിക്ക് നല്ല സംശയമുണ്ട്. വിനയൻ ഈ കുടുംബത്തിലേക്ക് തന്നെ നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ടുള്ള കളികളാണ് നടത്തുന്നത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ചീരു പറയുന്നത് പോലെ വിനയൻ നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുകയാണോ എന്ന് എനിക്കിപ്പോൾ നല്ല തോന്നുന്നുണ്ട് എന്ന് അമ്പിളി പറയുകയാണ് കേട്ടോ. അങ്ങനെ രഘുവിനും വിനയന്റെ കാര്യത്തിൽ പിന്നീട് ഒരു സംശയം വരികയാണ്. വിനയനാണെങ്കിലോ വീട്ടിലെത്തിയ ശേഷം അമ്മയോടും അമ്മാവനോടും ഇക്കാര്യം പറയുകയാണ്. നന്ദുവും ദയയും ആരും അറിയാതെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിഞ്ഞതായിരുന്നു. ശബരിയുടെയും ദയയുടെയും ജീവിതത്തിൽ ഒരു കരടാവരുത് എന്ന് കരുതിയിട്ട് രഘുവേട്ടനാണ് അന്ന് നന്ദുവിനെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും തള്ളി താഴെയിട്ട് കൊന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ലതികയും ലംബോദരനും ഒക്കെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. വിനയനാണെങ്കിലോ ഈ ഒരു കാരണം കിട്ടിയതോടുകൂടി വിനയന് ആലോചനയിലാണ് കേട്ടോ. ഈ ഒരു കാരണം വെച്ച് എനിക്ക് മഞ്ചാടിയുമായുള്ള ആ കേസിൽ നിന്നും പിൻവലിക്കാൻ കഴിയുമോ, എന്നിട്ട് എനിക്ക് ആ ജോലിയിൽ കയറാൻ കഴിയുമോ എന്നുള്ള ചിന്ത വീണ്ടും വിനയന്റെ മനസ്സിലേക്ക് വരികയാണ്.